നമസ്കാരം. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രാമക്ഷേത്രം പണിയുമെന്ന് അവരൊരു വാഗ്ദാനം നൽകിയിരുന്നു. അത് പാലിക്കുകയും ചെയ്തിരുന്നു. 2019 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുമെന്ന് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞിരുന്നു. 2024 അതിന്റെ പണികൾ ആരംഭിച്ചു. ബില്ല് ലോക്സഭയിൽ വെച്ചിരിക്കുകയാണ്. പക്ഷെ 2014 2019 പോലെ ഒരു സ്ഥിതിയല്ല 2024 BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. കാര്യം അവർക്ക് ഭൂരിപക്ഷത്തിൽ നേരിയ ഒരു കുറവുണ്ട്. അതുകൊണ്ട് തന്നെ 2014 2019 പോലെ അനായാസം ബില്ല് പാസ്സാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും രാഷ്ട്രീയപരമായ രീതിയാണ്, എന്തായാലും തന്ത്രപരമായ രീതിയിലും ചാണക്യ ബുദ്ധിയിലൂടെയാണ് ഓരോ ബില്ലുകളും പാസ്സാക്കുന്നത്. അങ്ങനെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിന്റെ കൂടുതൽ വിശദമായ രീതിയിൽ നമുക്ക് നോക്കാം. അതായത് ഇനി എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു ബുദ്ധിയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അനായാസം പാർലമെന്റിലും അതുപോലെ തന്നെ രാജ്യസഭയിലും പാസ്സാവാൻ പോകുന്നത് എങ്ങനെ നോക്കാം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആ ബില്ല് പാർലമെന്റിൽ വോട്ട് ചെയ്താണ് ആദ്യമേ തുടങ്ങിയത്. അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 368 വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. 220 വോട്ട് സർക്കാരിന് ലഭിച്ചു. 149 വോട്ടാണ് പ്രതിപക്ഷത്തിന് കിട്ടിയത്. വോട്ടുകളിൽ വ്യത്യാസമുണ്ടെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നതിന്റെ പരിചയക്കുറവ് പലർക്കും ഉണ്ടായിരുന്നു. അതേ തുടർന്ന് സ്ലിപ്പ് വിതരണം ചെയ്ത് വോട്ടെടുപ്പ് നടത്തുകയും ചെയ്തു. 269 അംഗങ്ങൾ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തു. 198 പേർ ബില്ലിനെ എതിർക്കുകയും ചെയ്തു. JPC രൂപീകരിക്കാനുള്ള പ്രമേയം 2 ദിവസത്തിനുള്ളിൽ കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കാരത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന മോദി സർക്കാരിന്റെ വലയിൽ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖർ വീഴും എന്ന് ഏതാണ്ട് ഉറപ്പായി. അങ്ങനെയാണ് ഡൽഹിയിൽ ഇപ്പോൾ അസാധാരണമായ രാഷ്ട്രീയ നീക്കം ഇപ്പോൾ നടക്കുകയാണ്. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ്. നിലവിൽ സാഹചര്യത്തിൽ ഒന്നും തറപ്പിച്ചു പറയാൻ സാധിക്കില്ലെങ്കിലും അത് തന്നെയാണ് അധികം വൈകാതെ ലഭിക്കാൻ പോകുന്ന ഉത്തരം. NCP നേതാവ് സുപ്രിയ സുലെ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട ചില കൃത്യമായ സൂചനകൾ നൽകി കഴിഞ്ഞു. പ്രസ്തുത ബിൽ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് വിട്ട ശേഷം ചർച്ചകൾ നടക്കട്ടെ എന്നും അതിനുശേഷം ഉചിതമായ തീരുമാനം കൈക്കൊള്ളാമെന്നുമാണ് അവർ പറഞ്ഞത്. അതായത് ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഒരുപാട് പ്രമുഖ നേതാക്കൾ BJPയിലേക്ക് പോകുന്നു എന്നത് ഏതാണ്ട് ഉറപ്പായി. ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയെ മാറ്റണമെന്ന ആവശ്യത്തെ ഇതുമായി ചേർത്ത് വായിച്ചാൽ പലതും ബോധ്യമാകും എന്നാണ് ദേശീയ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പായാൽ ദേശീയ തലത്തിൽ പലർക്കും താത്കാലികമായെങ്കിലും കൂടുതൽ കാലം ഭരിക്കാൻ സാധിച്ചേക്കും. അതൊരു പക്ഷേ അവരുടെ തുടർ വിജയത്തിലേക്കും നയിച്ചേക്കാം. ഈ സാഹചര്യത്തിൽ ബിൽ തങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും എന്നാണ് ഏവരും ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ മമതാ ബാനർജിക്കും ഇതുമായി ബന്ധപ്പെട്ട ചില താല്പര്യങ്ങൾ ഉണ്ട്. ചെറുകക്ഷികളെ തങ്ങൾക്കൊപ്പം നിർത്താൻ വേണ്ടി ചില വൺ ടൈം സെറ്റിൽമെന്റ് ഫോർമുലകളും BJP പരീക്ഷിച്ചേക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ഇന്ത്യ സഖ്യത്തെ 6 മാസത്തിനുള്ളിൽ തകർക്കുമെന്ന് BJPയും അതുപോലെ നരേന്ദ്രമോദി അമിത്ഷാ വാക്ക് നൽകിയിരുന്നു. അതാണ് ഇപ്പോൾ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലൂടെ നടക്കാൻ പോകുന്നത്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഡൽഹി കേന്ദ്രീകരിച്ച് വൻ രാഷ്ട്രീയ ഉപചാരങ്ങൾ നടന്നേക്കുമെന്നാണ് സൂചന. വ്യക്തിപരമായി ചിന്തിച്ചാൽ തങ്ങൾക്ക് ഇതിൽ ചില നേട്ടങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും കരുതുന്നത്. എന്നാൽ ദേശീയ തലത്തിൽ NDA എതിർക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് പരസ്യമായി മോദിക്ക് അനുകൂലമായ ഒരു നിലപാട് കൈക്കൊള്ളാൻ സാധിക്കില്ല. എന്നാൽ ദേശീയ തലത്തിൽ വന്ന് ഭവിച്ചേക്കാവുന്ന മാറ്റങ്ങളുടെ ചുവട് പിടിച്ച് സ്വന്തം കാര്യം നേടിയെടുക്കാൻ ആവത് ചെയ്യുമെന്ന നിലപാടിലാണ് ഇരു കൂട്ടരും ഇപ്പോൾ ഉള്ളത്. അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബിൽ പാർലമെന്റിൽ പാസ്സാക്കാൻ BJPക്ക് കുറച്ച് MPമാരുടെയും കൂടെ ആവശ്യമുണ്ട്. അത് ഇന്ത്യ സഖ്യത്തിനെ തകർത്തുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ നിന്നും MPമാരെ BJPയിലേക്ക് ചാടിച്ചാൽ ആ ഒരു പദ്ധതി, ആ ഒരു വിഷയം അനായാസം സോൾവ് ആകും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അനായാസം ബില്ല് പാസ്സാക്കാനും സാധിക്കുമെന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനം. അതായത് സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് ഏതെങ്കിലും വോട്ടിന്റെ ഒരു സീറ്റിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ, കുറച്ച് MPമാരുടെ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ മറ്റ് പാർട്ടിയിൽ നിന്നും BJPക്കാരെ മറ്റു പാർട്ടിയിൽ നിന്നും നേതാക്കളെ വാങ്ങിക്കുന്ന രീതിയിലേക്ക് ഇവിടെയും ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം.